എൻ്റെ പേര് അനന്തു. ഞാൻ വൈക്കത്ത് നിന്നാണ് വരുന്നത്. ഞാനൊരു കോളേജ് അധ്യാപകനാണ്. അരൂരൊരു കോളേജിലാണ് പഠിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ മാസമാണ്. അന്നാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി കൃപാസനത്തെ പറ്റി മുൻപ് തന്നെ കേൾക്കുമായിരുന്നു. ആ സമയങ്ങളിലൊക്കെ കൃപാസനത്ത് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പണ്ട് മുതലേ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കുമായിരുന്നു. പള്ളികളിൽ പോകുമായിരുന്നു. കുർബാനകളിൽ പങ്കെടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അറിയുന്ന എല്ലാ ക്രിസ്ത്യൻ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച് ഞാൻ പ്രാർത്ഥനാ രീതികളൊക്കെ പഠിക്കുമായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ജപമാല ഉൾപ്പെടെ ചൊല്ലാനായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ കൃപാസനത്തിന് വരുന്നതിന് മുൻപ് തന്നെ ചൊല്ലി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ജപമാലയൊക്കെ ചൊല്ലാറുണ്ടായിരുന്നു. ഉടമ്പടി എടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത് എനിക്കൊരു അസുഖം വരുന്നതാണ്. 2024 സെപ്റ്റംബർ മാസമാണ് ആദ്യമായിട്ട് എനിക്കൊരു വീട്ടിൽ ഞാൻ സാധാരണ കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിച്ചപ്പോഴാണ് എനിക്കൊരു വയറുവേദന വരുന്നത്. ഭയങ്കരമായ വയറുവേദനയും ഗ്യാസും ഒക്കെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ എന്ത് കഴിച്ചാലും വയറുവേദന. അപ്പോൾ സാധാരണ നമുക്ക് ഗ്യാസ് വരുന്നത് പോലെയാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. സാധാരണ വീട്ടിൽ ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇത് മാറുന്നില്ല. അപ്പോൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പം എന്തോ ഒരു ഇൻഫെക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ അപ്പോഴും വേദന അതികഠിനമായിട്ടുള്ള വേദനയാണ്. അടിവയറ്റിലാണ് എനിക്ക് വേദന തുടങ്ങുന്നത്. എത്ര ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും വേദന മാറുന്നില്ല. അവരാണെങ്കിലും പറഞ്ഞു കുറച്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് സ്കാനിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് പോലെയുള്ള CT സ്കാൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാലേ എന്താണ് വയറിന് സംഭവിച്ചിരിക്കുന്നത് അറിയുന്നുള്ളൂ. ഒരാഴ്ചയായിട്ടും എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞത്. എന്തായാലും നീ കൃപാസനത്തിൽ പോകണം, എന്നാലേ അത് മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പല ഡോക്ടർമാരെ കാണിച്ചു. എന്നിട്ട് ഞാൻ വരാനായിട്ട് തയ്യാറായില്ല. ഞാൻ വേറെ ഡോക്ടർമാരെ കാണിച്ചു. ഗ്യാസ്ട്രോനെ കാണിക്കാമെന്ന് പറഞ്ഞു. ഗ്യാസ്ട്രോനെ കാണിച്ചു. ഏകദേശം അവിടെ കൊണ്ടുപോയി കുറേ നേരം ട്രീറ്റ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് ഇൻഫെക്ഷൻ ആണെന്നാണ് പറയുന്നത്. ഇൻഫെക്ഷൻ്റെ മരുന്നുകൾ തരുന്നതല്ലാണ്ട് ഒരു മാറ്റവും ഇല്ല. ഈ മെഡിസിൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് മാറ്റമില്ല. മെഡിസിൻ കഴിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് മാറും, വീണ്ടും ഇത് തന്നെ വയറുവേദനയാണ്. അപ്പം പിന്നീട് അവർ പറഞ്ഞു സ്കാനിങ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സ്കാനിങ് എന്ന് പറയുമ്പോൾ CT സ്കാനാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ഫോണിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ വലിയ രീതിയിൽ എന്തൊക്കെയോ അസുഖമുണ്ടെന്ന് എനിക്ക് ടെൻഷൻ അടിക്കാനൊക്കെ തോന്നി. അങ്ങനെയാണ് അതിലോട്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് പിന്നെ CT സ്കാൻ പോലുള്ള കാര്യങ്ങളിലോട്ട് പോയത്. അപ്പോൾ അവർ പറയണത് IBS എന്ന് പറയുന്ന ഒരു അസുഖമാണെന്നാണ് പറയുന്നത്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്ന ഒരു അസുഖം. ഇതൊരു കണ്ടീഷനാണെന്ന് പറയുന്നുണ്ട്. ഇതൊരു രോഗമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ക്യൂറബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രീറ്റബിൾ ആണ്, ക്യൂറബിൾ അല്ല. അപ്പോൾ ഗ്യാസ്ട്രോ, അത്രയും ഫേമസ് ആയിട്ടുള്ള ഗ്യാസ്ട്രോ ആണ് പറയുന്നത് ഇത് ട്രീറ്റബിൾ ആണ്, ക്യൂറബിൾ അല്ല. അപ്പോൾ തന്നെ ഞാൻ വല്ലാണ്ട് വിഷമിച്ചു. പിന്നെ കൃപാസനത്തിൽ വന്നു, ഒരു ഉടമ്പടി എടുത്തു. 7 ദിവസമായിട്ടൊന്നും യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഞാൻ 7 ദിവസം ഈ ഉടമ്പടി തൈലം വയറിൽ ഇങ്ങനെ പുരട്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കൃത്യമായിട്ട് കുരിശ് വരച്ച് ഞാൻ പുരട്ടും. എപ്പോഴും പുരട്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പത്രം കൊടുക്കാറുണ്ടായിരുന്നു. ഇനി ആ കഴിയുന്ന പോലെ രോഗികളെ ഞാൻ കാണാൻ പോകാറുണ്ട്. ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണും എല്ലായിടത്തും. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ കൂടുതലും അക്രിസ്ത്യാനികളായിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പോയി ഞാനിത് കൊടുക്കും. അപ്പോൾ അവർ ചോദിക്കും എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോകാനുള്ള കാരണം. അപ്പോൾ ഞാൻ പറയും എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു. അപ്പോൾ അവർക്കൊക്കെ അറിയാം. ഞാൻ 10-75 കിലോ ഉള്ള ഞാൻ 68-67 കിലോ ആയപ്പോൾ അവർക്ക് എൻ്റെ ശരീരത്തിലൊക്കെ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ അസുഖമുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു അസുഖമുണ്ട്, അതുകൊണ്ടാണ് പോയത്. 7 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പക്ഷെ പൂർണ്ണമായിട്ടും ഇത് മാറുന്നില്ല. ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇഡലി മാത്രമായിരുന്നു കഴിക്കാൻ പറഞ്ഞത്. തൈരും ഇഡലിയും മാത്രമാണ് കഴിക്കാൻ പറഞ്ഞത്. കുറേ ദിവസം അങ്ങനെ എന്നെ കഴിച്ചുകൊണ്ടാണ് ഞാൻ ക്ലാസ്സൊക്കെ എടുക്കാൻ പോയത്. അപ്പോൾ ക്ലാസ് എടുക്കാൻ പോയാലും നമുക്ക് പറ്റത്തില്ലല്ലോ. കാരണം വെച്ചാൽ ഇതൊരു പ്രത്യേകമായ അസുഖമാണ്. നമുക്ക് എന്ത് കഴിച്ചാലും നമുക്ക് ഡയറിയ പോലെയാണ്. നമുക്കൊന്നും വയറ്റിൽ പിടിക്കാത്തൊരവസ്ഥയാണ്. നമുക്ക് എപ്പോഴും ടോയ്ലറ്റിൽ പോകേണ്ട ഒരവസ്ഥ. അപ്പോൾ മാനസികമായിട്ട് അത് ഒരുപാട് തളർത്തി. ഞാൻ രാവിലെ എണീറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് വേറെ ഒരു രക്ഷയില്ല. എനിക്ക് ബാത്റൂമിൽ പോകാണ്ട് വേറെ ഒരു നിവൃത്തിയില്ലാണ്ടായി. അപ്പോൾ ഞാൻ വല്ലാണ്ട് കരയുമായിരുന്നു. വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യും, എനിക്ക് കുട്ടികളുടെ മുമ്പിൽ പോയി ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി, ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കണം എനിക്ക് ജോലി എടുക്കാൻ പറ്റണം. അതുമാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുക. എങ്ങനെയെങ്കിലും എനിക്ക് ഒരു ദിവസം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം എന്നാണ് പ്രാർത്ഥിക്കണം.
അങ്ങനെ കുറേ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എനിക്ക് വിശ്വാസമായി തുടങ്ങി. കാര്യം വെച്ചാൽ മാതാവ് ഇതിൽ ഇടപെട്ടു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട് മാതാവ് ഇടപെടുന്നില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ മാതാവ് ഇടപെട്ടു. 7 ദിവസം കഴിഞ്ഞപ്പോഴത്തോണ്ട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പിന്നീട് അത് 1 വർഷമായി. 1 വർഷമായപ്പോൾ ഗണ്യമായ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞു പൂർണ്ണമായിട്ടും മാറിയിട്ടേ ഞാൻ സാക്ഷി എഴുതി കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നാണ് എനിക്ക് സാക്ഷ്യം എഴുതാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ നേരിടുന്ന ഏതൊരാൾക്കും ഇതൊരു അനുഭവമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാവർക്കും പ്രത്യേകിച്ച് മാതാവിനോട്, കാര്യം എനിക്കിതിൽ വിശ്വാസിയായിരുന്നെങ്കിലും കൃപാസനത്തിൽ വരാനുള്ളൊരു മടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ദൈവാനുഭവം തന്നതിന് ഈ ഉടമ്പടിയിൽ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുവാണ്. മാറിയിട്ട് ഞാൻ ഉടമ്പടി പുതുക്കാറുണ്ട്, കൃത്യമായിട്ട് ഞാൻ പുതുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം തന്നതിന് മാതാവിനോടും അതുപോലെ തിരുക്കുമാരനോടും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയൻസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാം തിരുവചനം. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. അനന്തു എന്ന ഈ കോളേജ് പ്രൊഫസർ ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം, പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുന്നത് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ സൗഖ്യത്തെ രേഖപ്പെടുത്തിക്കൊണ്ടാണ്. അദ്ദേഹത്തിന് ഉണ്ടായ ഒരു IBS എന്ന അസ്വസ്ഥത മൂലം അദ്ദേഹം ഈശോയുടെ സൗഖ്യം അനുഭവിക്കാൻ സാധിച്ചതിൻ്റെ ഒരു സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചപ്പോൾ ഈ മകനുണ്ടായ ഒരു വലിയ അനുഭവമാണ്, ദൈവാനുഭവം എന്നാണ് ഈ മകൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. തൻ്റെ രോഗത്തിൽ നിന്നുള്ള ഒരു വിടുതൽ എന്നതിനേക്കാൾ എനിക്കൊരു ദൈവാനുഭവം ഉണ്ടായി. അത് മറ്റുള്ളവരിലേക്ക് പകർന്ന് എന്നെപ്പോലെ സങ്കടപ്പെടുന്നവർക്ക് ഈശോ ഇടപെടും, എൻ്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുമെന്ന് ഫിലിപ്പിയരോട് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കുന്നവനാണ്. ഇതൊരു നിത്യതയിലേക്കുള്ള വിളിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കൃപയാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈശോ തന്നെ പറയുന്നത് പോലെ ഓരോ സൂര്യനും ചന്ദ്രനുമെല്ലാം പല ശരീരഘടനയാണുള്ളത്. അതുപോലെ തന്നെ മനുഷ്യ ശരീരം നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീയ അനുഭവം ഒന്ന് വേറെ തന്നെയാണ് എന്നാണ് നമുക്ക് കത്തോലിക്ക വിശ്വാസത്തിൽ നാം പഠിച്ചെടുക്കുന്നത്. നമുക്ക് ആ നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മുന്നാസ്വാദനമായി നമ്മുടെ ഓരോ ദൈവാനുഭവത്തെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നിത്യതയിൽ നാം പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ അനുഭൂതിക്ക് മുൻപായി അനന്തുവിന് ഒരു വലിയ ദൈവാനുഭവം ഉണ്ടായിരിക്കുകയാണ്. ഈ മകൻ പറയുന്നു, ഗ്രാജുവലായി ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ രോഗത്തിൽ നിന്നും സൗഖ്യം ലഭിച്ചിരിക്കുന്നത്. ഡോക്ടേഴ്സ് വിധി എഴുതിയിരിക്കുന്നത് ഇത് ട്രീറ്റ് ചെയ്യാം, നിനക്ക് കൃത്യമായി മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ നിനക്ക് സൗഖ്യമുണ്ടാകും, പക്ഷേ പൂർണ്ണ സൗഖ്യം നിനക്ക് ഉണ്ടാകുകയില്ല എന്ന്. ഈശോ തൊട്ടപ്പോഴാണ് ഈ മകന് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈ മകനെ കൈപിടിച്ച് നടത്തി ഈശോയുടെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ അനുഭവത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമുക്കെപ്പോഴും ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസ്തരായി നിൽക്കാം. ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ നാം അതിന് നന്ദി പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞു പോകുന്നതല്ല ഉടമ്പടി. അത് ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ളതാണെന്നുള്ള ഒരു ഉറപ്പും വാഗ്ദാനവും നമുക്ക് ഏറ്റുപറയുകയും വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ചെയ്യാം. അനന്തുവിനെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.